മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഈ പ്രഭാതത്തിൽ വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 6-ാം അധ്യായം 5-ാം വാക്യം, സെന്റ് മാത്യൂസ് ഗോസ്പൽ ചാപ്റ്റർ 6 വേഴ്സ് 5. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടനാട്യക്കാരെ പോലെയാകരുത്. അവർ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി സിനഗോഗുകളിലും തെരുവീഥികളുടെ കോണുകളിലും നിന്ന് പ്രാർത്ഥിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. കർത്താവ് കപടഭക്തരെ വെറുത്തിരുന്നു. കപടമല്ലാത്ത ഭക്തിയാണ് ആവശ്യം. തങ്ങൾക്കില്ലാത്ത ഭക്തി ഉണ്ടെന്ന് അഭിനയിക്കുന്നവരാണ് കപടഭക്തർ. യഥാർത്ഥ ഭക്തർ അവരുടെ ശരിയായ അനുഭവത്തിൽ നിന്ന് അല്പം പോലും കൂടുതൽ ഭക്തി അഭിനയിക്കുകയില്ല. അവരുടെ ആന്തരിക സ്ഥിതിയും ബാഹ്യപ്രദർശനവും പൊരുത്തപ്പെടുന്നതായിരിക്കും. കപടഭക്തർ ബഹുമാനം ആഗ്രഹിക്കും. യഥാർത്ഥ ഭക്തർ പ്രശസ്തി ആഗ്രഹിക്കുകയില്ല. നമുക്ക് അനുഭവമില്ലാത്ത ആത്മീയ അനുഭവം യാതൊരു കാരണവശാലും ഉള്ളതായി അഭിനയിക്കരുത്. ഒരു കാഴ്ച ബംഗ്ലാവിലെ മനുഷ്യക്കുരങ്ങ് ചത്തുപോയി. ആ സമയത്തൊരു മനുഷ്യൻ വേല തേടി അവിടെ എത്തി. അധികൃതർ അവനോട് ഗൊറില്ല കുരങ്ങിന്റെ തോൽ ധരിച്ച് കൂട്ടിൽ കിടന്നാൽ ശമ്പളം തരാമെന്ന് പറഞ്ഞു. കുറെ കാലങ്ങൾ അയാൾ ആൾക്കുരങ്ങായി അഭിനയിച്ച് ജോലി ചെയ്തു. ഒരു ദിവസം യാദൃച്ഛികം സിംഹക്കൂടിന്റെ വാതിൽ തുറന്നുപോയി. തന്റെ മുറിയിലേക്ക് സിംഹം കടക്കുന്നുവെന്ന് ഭയപ്പെട്ട ആ മനുഷ്യൻ നിലവിളിക്കുവാൻ തുടങ്ങി. പെട്ടെന്ന് സിംഹം അടക്കിയ സ്വരത്തിൽ പറയുകയാണ്, മിണ്ടരുത്, നമ്മെ വെടിവെക്കും. സിംഹത്തിന്റെ തോൽ ധരിച്ച മനുഷ്യനായിരുന്നു അത്. ഇതുപോലെ അഭിനയത്തിൽ ആത്മീയ ജീവിതം നയിക്കുവാൻ നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കരുത്. ആത്മാർത്ഥതയില്ലാതെ ആത്മീയ ജീവിതം അഭിനയിക്കുന്നവർക്ക് അതിന് സന്തോഷം അനുഭവമാക്കുവാൻ കഴിയുകയില്ല. നാം ആത്മാർത്ഥമായി വിശ്വസിക്കുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മുടെ വിശ്വാസമായി മറ്റുള്ളവരോട് പറയാവൂ. നമ്മുടെ ആത്മീയ ജീവിതം പ്രശസ്തിക്കും പുകഴ്ചയ്ക്കും വേണ്ടി ഉപാധിയാക്കരുത്. നാം വിശ്വസിക്കുന്നതിന് വേണ്ടി ജീവിക്കുമ്പോൾ അതിൽ നിന്ന് ആത്മാഭിമാനവും സന്തോഷവും ലഭിക്കും. നമ്മുടെ വ്യക്തിത്വത്തിൽ തന്നെ അതിനനുസരണമായ മാറ്റമുണ്ടാകും. ദൈവം ഏറ്റവും അധികം ആഗ്രഹിക്കുന്നത് ആത്മാർത്ഥതയാണ്. അഭിനയ ജീവിതം യഥാർത്ഥ ജീവിതമല്ല. സകലവും അറിയുന്ന ദൈവം നമ്മെ മനസ്സിലാക്കുന്നുണ്ട് എന്ന് നമ്മൾ അറിയണം. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങൾ എല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേ.